സിനിമാ സംവിധാനം എന്താ അനൂപിന് അഭിപ്രായം? അനൂപ് അഭിപ്രായം പറഞ്ഞതിന് മുമ്പ് ഞാൻ വേറൊരു കാര്യം കാണിച്ചു. ഇപ്പൊ അനൂപ് സിനിമാ മേഖലയുടെ എല്ലാ ഏരിയകളിലും ചെന്നെത്തിയിരിക്കുന്നു. ഒരു ആക്ടറായി തുടങ്ങി, പിന്നീട് എഴുത്തുകാരനായി, പാട്ടുകൾ എഴുതുന്നു ഞാൻ അറിയുന്നു. ഐ എം ഷുവർ സിനിമയുടെ ഒപ്പം ഒരു കൂട്ടാളിയായിട്ട്, പങ്കാളിയായിട്ട് സഞ്ചരിക്കുന്ന ഒരാളാണ് അനൂപ് എന്ന് എനിക്കറിയാം. അപ്പം അതുകൊണ്ട് തന്നെ എപ്പോഴാണ് സിനിമ സംവിധാനം ചെയ്യുന്നതെന്നും കൂടി എനിക്കറിയാൻ താല്പര്യമുണ്ട്. തീർച്ചയായും അനൂപ് ഒരു ഓഥർഷിപ്പിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. അനൂപിന്റെ സിനിമയിൽ ആ ഒരു ഓഥർഷിപ്പിന്റെ ഒരു ടച്ചസ് ഉണ്ട്. സോ മറ്റ് പല പ്രേക്ഷകരെയും പോലെ എനിക്കും കൗതുകമുണ്ട് എപ്പോഴാണ് അനൂപ് ശരിക്കും ഒരു ഡയറക്ടറായിട്ട് ഒരു ഫിലിം സ്വന്തം ഓഥർഷിപ്പിൽ ഇറങ്ങുന്നതെന്ന്. വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. അത് ശ്യാമപ്രസാദ് ചോദിച്ചില്ലായിരുന്നെങ്കിൽ, ശ്യാം ചോദിച്ചില്ലായിരുന്നെങ്കിൽ പക്ഷെ ഞാൻ ചോദിച്ചില്ല. അനൂപിലൊരു പൊട്ടൻഷ്യൽ ഡയറക്ടറെ ഞാൻ കാണും. ഞാൻ മാത്രമല്ല, ഒരുപാട് ആൾക്കാർ. ഒരുപക്ഷെ അനൂപ് ഉണ്ടാക്കുന്ന തിരക്കഥയ്ക്ക് ഒരു എന്താ പറയാ 100% നീതി കിട്ടണമെങ്കിൽ അതിനെ അനൂപിന്റെ ഭാഷ പറഞ്ഞാൽ ഒരു എന്താണ് സെറ്റിംഗ് ദ ട്രെൻഡ് ആൻഡ് സെറ്റിംഗ് ദ വേ, ഈ രീതിയിലേക്കൊക്കെ വരണമെങ്കിൽ അതിന്റെ ആശാരിയല്ല. ഞാൻ ശ്യാമേട്ടനെ കുറിച്ച് പറഞ്ഞു തുടങ്ങട്ടെ. ഒരു അനക്ഡോട്ട് പറഞ്ഞു തുടങ്ങാം. ഞാനും ശങ്കർ രാമകൃഷ്ണനും നമ്മളിപ്പോ കണ്ട ആളും കൂടി ഞങ്ങള് ലോ കോളേജ് കഴിഞ്ഞ സമയത്ത് ശ്യാമേട്ടന്റെ വീട്ടിൽ പോയി. ശ്യാമേട്ടൻ എന്നെ വാതിൽ തുറന്നിട്ട് എന്താ, അപ്പൊ ഞാൻ സാർ എനിക്ക് സിനിമയിൽ അഭിനയിക്കണം. ഓക്കെ ശ്യാം. അപ്പൊ ശങ്കർ സാർ എനിക്ക് സിനിമ എഴുതണം. ഓക്കെ വേറെന്തൊക്കെയുണ്ട് വിശേഷം? വേറെ ഒന്നുമില്ല സാർ. ഇറങ്ങിപ്പോയി. എന്തിനാണ് അത് ചെയ്തതെന്ന് ചോദിച്ചാൽ വളരെ കോമിക്കലാണ് ഇതിന്റെ കാര്യം. ശ്യാമേട്ടൻ അറിയില്ലത്. ഞങ്ങളിങ്ങനെ ആ ഒരു പണിയില്ലാതെ ആ വഴി നടക്കുന്നു. ഈ പിന്നെ നന്തങ്കോട് നമ്മുടെ കുറവങ്കോണം വഴി. കുറവങ്കോണം നടക്കുന്ന വഴി ശങ്കർ എടുത്തിട്ടാ അത് ശ്യാമപ്രസാദിന്റെ വീടാണ്. ഞാൻ പറഞ്ഞാണോ നമുക്ക് കയറി പരിചയപ്പെടാൻ വേണ്ടി കയറുമ്പോ സ്റ്റെപ്പ് കയറുമ്പോ ശങ്കർക്ക് എന്ത് പറയും? വളരെ എളുപ്പമാണ്. ഞാൻ അഭിനയിക്കണമെന്ന് പറയാ, നീതി എഴുതണമെന്ന് പറയാ. അങ്ങനെ പോയി ചോദിച്ച ചോദ്യമാണ്. ഞാൻ പിന്നീട് ശ്യാമേട്ടനെ ചോദിച്ചിട്ടുണ്ട്. ശ്യാമൻ പിന്നെ ഉണ്ട്, ശ്യാമേട്ടൻ ഓർക്കുന്നുണ്ട്. ശ്യാമേട്ടൻ അതിനുശേഷം ഒരു 2 മാസം കഴിഞ്ഞിട്ട് ശ്യാമേട്ടന്റെ സീരിയൽ ഞാൻ അഭിനയിച്ചു. അത് കാരണം ആ സമയത്ത് ഞാൻ ഈ കൈരളിയിൽ വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വിളിച്ചാണ് ഞാൻ എപ്പോഴും വണ്ടർ ചെയ്യാറുണ്ട്, ഈ കുട്ടികൾ എന്തിനാണ് ഉച്ച സേരത്ത് ഞാൻ ഉറങ്ങുന്ന സമയത്ത് എന്തിനാ? കാരണം അത് ക്ലീനാണ്. ഇത് പറയുക, വാതിലടയ്ക്കാ പോവാ. ശ്യാമേട്ടൻ ആ വാതിൽ അടച്ചതിന് ശേഷം ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് എന്തായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക എന്നുള്ളത് ഒരുപക്ഷെ ശ്യാമിന് 2 തെറി പറയാൻ എനിക്ക് തോന്നിയിട്ടുണ്ടാവുക ആയിരിക്കാം. പക്ഷേ മര്യാദക്കാരനായതുകൊണ്ട് അനൂപിനെ പോലെ തന്നെ ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ഫിലിം മേക്കറാണ്. ഒരു മ്യൂസിക്കാണ് ശ്യാം. ഇപ്പൊ തന്നെ സംസാരിച്ചിട്ടുണ്ടല്ലേ, ഒരു മ്യൂസിക്കാണ് ശ്യാമയുടെ സംസാരിക്കുമ്പോൾ. എന്ത് കാര്യം വരും അവരിങ്ങനെ വന്നു എവിടെയാണ് ഇങ്ങനെയാണ് ശ്യാമയുടെ എല്ലാ ഭാഷയും. ഇപ്പം അനൂപിന്റെ തിരക്കഥ അനൂപ് എഴുതുമ്പോൾ ഇതുപോലെ തന്നെ അനൂപ് ദൃശ്യങ്ങളെ ഇങ്ങനെ കൈകളിൽ ഇങ്ങനെ പിടിക്കണം. പക്ഷെ അത് വേറൊരാൾ സംവിധാനം ചെയ്യുമ്പോൾ ഞാൻ വിചാരിച്ച രീതിയിലല്ല വന്നത് എന്ന് ചിന്തിക്കാറുണ്ട്. ഓഫ് കോഴ്സ് പലപ്പോഴും പക്ഷേ ഇടപെടാറുണ്ടോ? ഇല്ല. കാരണം അത് പൂർണ്ണമായും അദ്ദേഹത്തിന് വിട്ടുകൊടുത്ത ഒരു കാര്യമാണ് ഡയറക്ടർ. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ മേലെ പല സീനുകളും വരാം, ഉദ്ദേശിക്കുന്നതിനേക്കാളെ മേലെ പല പെർഫോമൻസുകളും വരാം. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ചിലപ്പം താഴ്ന്നും വരാം. പക്ഷെ വീണ്ടും തിയേറ്ററിൽ നമ്മൾ എത്തുമ്പോൾ അത് ഓക്കെയാണ്. അത് അദ്ദേഹത്തിന്റെ ഡിസ്ക്രിപ്ഷൻ, സംവിധായകൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ വിഷ്വൽ ആ ഡിസ്ക്രിപ്ഷനും കൂടി സ്വന്തം ഏറ്റുവാങ്ങാൻ വേണ്ടിയിട്ട് അതാണ് ശ്യാം ചോദിച്ചത്. ഭയങ്കരമായ ഉത്തരവാദിത്തമാണ് ഒരു സംവിധായകൻ എന്ന് പറഞ്ഞാൽ. ഒരു തിരക്കഥയെ വിഷ്വലി ഇന്റർപ്രറ്റ് ചെയ്യുന്ന ആൾ മാത്രമല്ല, ഹി ഷുഡ് ബി എ ഗ്രേറ്റ് ഓർഗനൈസർ. അസാധ്യമായ ഒരു സംഘടനാ പാഠവും ഇല്ലെങ്കിൽ ഇന്ന് സംവിധായകനാവാൻ പാടാം. അനൂപ് മറ്റ് ചില നടന്മാരിൽ നിന്ന്, ഞാൻ ചിലതെന്നേ പറയുന്നുള്ളൂ, ഒരു സക്സസിന്റെ ഒരു ആരവം അല്ലെങ്കിൽ അതിന്റെ തിര ഉയരുമ്പോൾ ഒരുപാട് ശത്രുക്കളെ ആൾക്കാർ ക്ഷണിച്ചു വരുന്നു. പക്ഷെ അനൂപിന്റെ തനതായിട്ടുള്ള ഈ സ്വഭാവ പ്രത്യേകതകൾ കൊണ്ട് അത്തരത്തിലുള്ള എതിർപ്പുകളൊന്നും ക്ഷണിച്ചു വരുന്നില്ല. ഒരു വളരെ, ഞാൻ ഡിപ്ലോമാറ്റിക് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നില്ല, പക്ഷെ വളരെ വിദഗ്ധമായി അനൂപ് മുന്നോട്ട് പോവുകയാണ്. അത് സ്വഭാവത്തിന്റെ പ്രത്യേകതയായിരിക്കാം, വളരെ കാൽക്കുലേറ്റഡ് ആയിട്ട് അതിൽ അറ്റംപ്റ്റ്സ് ആയിരിക്കും. എവിടെയോ ഒരു കണക്കൂട്ടലുണ്ടായി. ഇതിലേതാണ്, സ്വഭാവമാണോ കണക്കൂട്ടൽ? സ്വഭാവമായിരിക്കാം. കാരണം എന്ന് വെച്ചാൽ ഈ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനത്തെ ഒരു എനിമിറ്റി ക്ഷണിച്ചു വരുത്തണമെങ്കിൽ നമ്മൊരു അംബീഷൻ ഡ്രിവൺ ആയിരിക്കണം. ഞാൻ സ്വിച്ച്ഡ് ഓഫ് ആണ് ബാക്കി എല്ലാ കാര്യങ്ങളിൽ നിന്നും. മറ്റൊരാൾ എന്ത് ചെയ്യുന്നു ഇതെന്നെ ബാധിക്കുന്നില്ല.
ഞാൻ പ്യുവർ കട്ട് ഓഫ് ആണ്. ഞാൻ അത്തരം സാധനങ്ങൾ വായിക്കാറില്ല. ഞാൻ നെഗറ്റീവായിട്ടുള്ള ഒരു ക്രിറ്റിസിസം വായിക്കും. ഗോസിപ്പ് ഒന്നും വായിക്കാറില്ല. ഞാൻ ഒന്നും വായിക്കാറില്ല. അനൂപിനെ കുറിച്ച് വരുന്ന ഗോസിപ്പ് വായിക്കാറില്ല. ഞാൻ വായിക്കാറില്ല. ചിലർ പറയാൻ വരും, ഇപ്പൊ ഈ കണ്ടില്ലേ ഈ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ ചുറ്റും. ഇവരുള്ള സുഹൃത്തുക്കളുടെ ഒരു ശത്രുക്കളുടെ ആവശ്യമില്ല. ഒരാവശ്യമില്ല. വെരി സ്വീറ്റ് പീപ്പിൾ, വെരി സ്വീറ്റ് പീപ്പിൾ. എല്ലാവരും അവരെല്ലാരും ഇങ്ങനെ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ഇങ്ങനെ ഞാൻ എല്ലാം ഗുഡ്, എവിടെയാണ് കേൾക്കുന്നത് അവിടെയാണ്. രണ്ടും കൂടെ പറയാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ, എന്നാലേ എനിക്കൊരു പ്രശസ്തി കിട്ടുള്ളൂ എന്ന് പറയാറുണ്ട്. അങ്ങനെ ഞാനങ്ങനെ പറയാറില്ല, ആയിക്കോട്ടെ എന്നാ പറയാറില്ല. ഈ ചില സിനിമകളിലൊക്കെ ഇൻഡസ്ട്രികളിലൊക്കെ ഈ പറഞ്ഞ പോലെ ഗോസിപ്പുകളാണ് ഒരാളുടെ വിജയത്തിന്റെ ചിഹ്നമായിട്ട് കാണുന്നത്. മൊമെന്ററി അല്ലേ അതൊക്കെ. സ്റ്റിൽ സാധാരണ ജനങ്ങളിലേക്ക് പെട്ടെന്ന് അരിച്ചെത്തുന്നത് ഗോസിപ്പാണ്. സാധാരണ ജനങ്ങളിലേക്ക്, മലയാളിയിലേക്ക് അരിച്ചെത്തുന്നത് പ്രതിഭ മാത്രമാണ്. ഗോസിപ്പ് കൊണ്ട് എനിക്ക് തോന്നുന്നു അങ്ങനെ മലയാളി അങ്ങ് എലിവേറ്റ് ചെയ്യേണ്ട കാര്യമുണ്ട്. എനിക്ക് നമ്മുടെ ഡിബേറ്റിലേക്ക് അത് വരുന്നില്ല. എനിക്ക് തോന്നുന്നു എനിക്ക് വേറൊരു സാഹചര്യത്തിൽ അനൂപിന്റെ 65 വർഷം പഴക്കമുള്ള ചില സാധനങ്ങളുടെ കൂടെ വേണമെങ്കിൽ ചർച്ച ചെയ്യാവുന്ന. അനൂപിനെ ഒരു സംവിധായകനായി കാണാൻ ശ്യാമപ്രസാദിനുമായ പോലെ അനൂപിനെ ഇഷ്ടപ്പെടുന്ന, അനൂപിനോട് വലിയൊരു താതാത്മ്യം പ്രാപിക്കാൻ കഴിയുന്ന വിഭാഗത്തിനുണ്ട്. ഉത്തരവാദിത്വം എന്ന് പറയുമ്പോൾ പോലും അനൂപിന് എപ്പോഴെങ്കിലും അത് എടുക്കേണ്ടി വരും അല്ലേ? ഞാൻ കഴിവതും അത് എടുക്കാതിരിക്കാൻ ശ്രമിക്കാനാണ് സാധ്യത. സംവിധായകനാവില്ല, അതിനാണ് സാധ്യത. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് ഒരുപാട് പേരെ കോർഡിനേറ്റ് ചെയ്ത് ഒരുപാട് ഈ പറഞ്ഞ ചെറിയ കാര്യമല്ല. പല തിരക്കഥാകൃത്തുക്കളും, എനിക്ക് തോന്നുന്നത് രഞ്ജിയേട്ടൻ മാത്രമേ ഉള്ളൂ തിരക്കഥാകൃത്തായിട്ട് പിന്നെ സംവിധായകനായ ശേഷം ആ ഹോൾഡ് ഓവർ ദ മീഡിയം ഓവർ ദ പീപ്പിൾ ചെയ്ത് രഞ്ജിയേട്ടൻ മാത്രമേ ഉള്ളൂ. അനൂപിന്റെ മനസ്സിലുള്ളൊരു വേഷം എന്താണ് ഇപ്പം പെട്ടെന്ന് ഞാൻ ചോദിക്കുകയാണ്? ആക്ട് ചെയ്യാനോ? ഒന്നുമില്ല. എനിക്ക് ഈ പറഞ്ഞ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് കർണൻ അല്ലെങ്കിൽ അശ്വത്ഥമാവെന്നൊക്കെ പറഞ്ഞ് എനിക്ക് എപ്പിക് ഈ ശങ്കറാണ് അതിന്റെ ആള്. അവൻ പണ്ടേ ഞാനിപ്പുറത്തിരുന്ന് ഏതെങ്കിലും ഒരു പാമുക്ക് വായിക്കുമ്പം അവൻ ഇപ്പുറത്തിരുന്ന് വായിക്കുന്ന മാർത്താണ്ഡവർമ്മയും ധർമ്മരാജയാണ്. അവൻ ദുശാസനാകാൻ പറഞ്ഞവനോട്. അവൻ അങ്ങനത്തെ കുറെ കാര്യങ്ങളാണ്. എന്നെ അങ്ങനെ എപ്പിക് മാനങ്ങളുള്ള ക്യാരക്ടേഴ്സ് ഒന്നും എന്നെ ഭ്രമിപ്പിക്കുന്നില്ല. അനൂപ്, ഒരുപാട് കാലം ഇനി അനൂപിന് പോകാനും. എനിക്ക് ഈ അഭിമുഖത്തിൽ അനൂപിന്റെ ചില വശങ്ങൾ മാത്രം അനാവരണം ചെയ്യാൻ കഴിഞ്ഞു. ഒരുപക്ഷെ ഏതൊരു അഭിമുഖത്തിനും അതിന്റേതായ പരിമിതിയുണ്ട്. എന്താ കാരണം എന്ന് വെച്ചാൽ ഒരു അഭിമുഖത്തിൽ ഒതുങ്ങുന്ന ഒരു വ്യക്തിത്വമല്ല അനൂപിന്റെ. പക്ഷേ ഞാൻ ഒരുപാട് എൻജോയ് ചെയ്ത ഒരു ഇന്റർവ്യൂ ആണ് പേഴ്സണലി. കാരണം ഞാൻ വളരെ പോസിറ്റീവായിട്ടുള്ള ഒന്ന് കൈരളി എന്ന് പറയുന്ന സ്റ്റേജ്, ഈ കുട്ടികളെല്ലാം കാണാനിരിക്കുന്ന ആൾക്കാർ, ആൻഡ് യു വെരി അതിന്റെ എല്ലാ ബ്രില്യൻസോടും കൂടി തന്നെ എന്നിൽ നിന്നും എന്തൊക്കെയോ എക്സ്ട്രാക്ട് ചെയ്യാനുള്ള അതിന് ഒരു തരത്തിലും യു നെവർ ട്രൈ ടു ക്യാച്ച് മീ ബൈ ദ ഹുക്ക്. യു ആർ ലൈക്ക് ദിസ്. ദാറ്റ് ഇസ് എ വെരി പോസിറ്റീവ് തിങ് ടു ഡു. ഈ ഒരു വാംത്ത് എപ്പോഴും ഉണ്ടാകട്ടെ. അനൂപ് ഒരുപക്ഷെ മലയാള സിനിമയുടെ നെറുകിൽ സ്ഥാനം പിടിക്കട്ടെ. അത് കാണാനുള്ള ഭാഗ്യം ഞങ്ങളെപ്പോലുള്ള സാധാരണ ആസ്വാദകർക്കുണ്ടാകട്ടെ എന്ന് മാത്രം പ്രത്യാശിച്ചു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. Thank you very much. Thank you so much. Thank you so much.